അസ്സലാമലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്വീറ്റ് ലോലിപോപ്പാണ്. അപ്പോൾ എൻ്റെ സൗണ്ട് ഇച്ചിരി അടഞ്ഞിരിക്കുന്നത്, ജലദോഷം പനിയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, സ്മോൾ പീസാക്കിയിട്ട് ഇതുപോലെ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് ഇടുന്നത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി, പിന്നെ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനാഗിരി. ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് എന്ത് ചെയ്യാം, ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം തന്നെ നമുക്കൊരു ബോളിനകത്തേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, കയ്യിൽ ഒരു അല്പം ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് സ്മോൾ പീസാക്കിയിട്ട് ഇതുപോലെ ബോളാക്കാം. അപ്പോൾ നമ്മളിതുപോലെ ബോളാക്കിയിട്ട് ഇതുപോലൊരു ടൂത്ത് പിക്കുമേ അല്ലെങ്കിൽ ഇതുപോലൊരു ചെറിയൊരു സ്റ്റിക്ക് എടുത്തിട്ട് അയ്യുമ്പോഴോ നമുക്കിത് എന്ത് ചെയ്യാം, ഇങ്ങനെ ബോൾ പോലെ ആക്കി കൊടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം എന്താ ചെയ്യാം, ഇതുപോലെ ലോലിപോപ്പിൻ്റെ ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഇവിടെ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നമ്മളെ ബാറ്റർ കംപ്ലീറ്റ് നമ്മളിതുപോലെ ലോലിപോപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാൻ അടുപ്പത്ത് വയ്ക്കാം. നമ്മുടെ ലോലിപോപ്പ് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുഴിയുള്ളതാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായതിന് ശേഷം നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ലോലിപോപ്പിൻ്റെ ഒട്ടും എണ്ണ പിടിക്കത്തുമില്ല, അതുപോലെ തന്നെ അതിൻ്റെ മസാലയൊന്നും താഴെ പോകത്തുമില്ല. നമ്മൾ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും ഒരല്പം കോൺഫ്ലവർ പൊടി ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും ഇതുപോലെ മസാല ഒട്ടും പോകാതെ കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ കുക്ക് ചെയ്യാൻ. ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ ഇതിൻ്റെ ഉൾഭാഗം കുക്കാവത്തില്ല. അപ്പോൾ ലോ ഫ്ലെയിമിൽ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു മറിച്ചു ഇട്ടത് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ കയ്യിലുള്ള എല്ലാ ലോലിപോപ്പും കുക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ലോലിപോപ്പ് ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടത് പെട്ടെന്ന് ബ്രൗൺ കളർ ആവുകയും ചെയ്യും, ഉള്ളാണെങ്കിൽ വേവത്തുമില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ബ്രൗൺ കളർ ആവണ വരെ കുക്ക് ചെയ്യാൻ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാക്കിയുള്ള ലോലിപോപ്പും കൂടെ ഇതുപോലെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മളെല്ലാ ലോലിപോപ്പും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം, 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടെ ചേർക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരല്പം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മിക്സ് ആക്കാനാവുന്ന രീതിയിൽ വെള്ളം വേണം നമ്മൾ ചേർത്ത് കൊടുക്കാം. വെള്ളം ഓവർ ആവാൻ പാടില്ല. മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇനി നന്നായിട്ട് ലൂസ് ആവുന്ന രീതിയിൽ നമുക്ക് ഈ കട്ടയെല്ലാം ഉടഞ്ഞു പോകുന്ന രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വീറ്റായിട്ട് ഉണ്ടാക്കാനുള്ളതൊക്കെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ശർക്കര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ ശർക്കര പൊടി ആയതുകൊണ്ടാണ് ഞാൻ ഇതിന് കൂടെ തന്നെ ഇട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ശർക്കര ഉരുക്കിയത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൽ വെള്ളം ഒഴിക്കുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് തിക്കാവുന്ന വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് ശർക്കര പാനിയോ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ശർക്കരയുടെ പൊടി ആയതുകൊണ്ടാണ് ഞാൻ ആ ബാറ്ററിൻ്റെ കൂടെ തന്നെ അത് മിക്സ് ചെയ്തത്. ഇനി നമുക്കിതെല്ലാം തന്നെ കട്ടയെല്ലാം പോകുന്ന രീതിയിൽ നന്നായിട്ട് ഉടച്ച് ഇതുപോലൊന്ന് തിക്കാക്കി എടുക്കണം. ഇനി എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള ലോലിപോപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ലോലിപോപ്പിലും ഈ സ്വീറ്റ്സ് മിക്സ് ആവുന്ന രീതിയിൽ എല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് മധുരം കുറവായി തോന്നുകയാണെങ്കിൽ ഒരല്പം പഞ്ചസാര ഇട്ട് സ്വീറ്റ്സ് ബാലൻസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിലാണ് നമ്മളെല്ലാം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനും കരിയാനും ഒക്കെ ചാൻസ് ഉണ്ട്.
അപ്പോൾ നമുക്കിതെല്ലാം തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 2 മിനിറ്റ് ഒന്ന് ഇത് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ ലോലിപോപ്പ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ താങ്ക്